വിണ്ണിലെ പൊൻതാരകളോരം കിച്ചുവിന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ അങ്ങനെയല്ല. കാരണം ബിഷപ്പിന് എന്തു പറ്റി, ബിഷപ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഇങ്ങനെ പ്രതികരിച്ചത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചോദിക്കും, രേണുവിനെ വിമർശിച്ചിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തതാണോ? അല്ല, ഒരിക്കലും അതല്ല. അതിപ്പോൾ എല്ലാവരും ആ ഒരു സെൻസിൽ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ തന്നെ രേണുവിന് അസുഖം ഒന്നും പ്രശ്നം വരാണ്ട് മാറി ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു നിമിഷത്തിൽ സുപ്രഭാതത്തിൽ രേണുവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നറിയുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ രേണുവിന് അസുഖം ഉണ്ടെന്നൊക്കെ ബിഷപ്പ് അറിഞ്ഞിട്ടായിരിക്കാം മേ ബി അവിടെ ആ ഒരു പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത്, സുധീച്ചേട്ടൻ്റെ മരണ ആണ്ട് ആ ഒരു പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് ആ കുടുംബത്തോടൊപ്പം ഈ പറയുന്ന ബിഷപ്പ് ചേർന്ന് നിന്നതും ഒക്കെ. എന്നാൽ അതിനുശേഷം ഈ ഇത്രയും വളരെ അരോചകമായിട്ട് രേണുവിനെ വിമർശിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ബിഷപ്പ് അടക്കം. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഉൾട്ടയടിച്ച് മറിഞ്ഞ് രേണുവിന് ഫുൾ സപ്പോർട്ടായി. സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു മുന്നേ ചെയ്തിരുന്ന പ്രവൃത്തികളൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. പകരം ഇപ്പോൾ അവളുടെ അസുഖം എന്ന് പറയുന്ന ഒരു സാധനം മാറി ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ, ഈ ഒരു രീതിയിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ബിഷപ്പ് ആയിക്കോട്ടെ, രേണുവൊക്കെ മുന്നേ ചെയ്തിരുന്നതെല്ലാം ശരിയാണ്, അതൊന്നും കുഴപ്പമില്ല, ആ ഒരു സെറ്റപ്പ് ട്രാക്കിലോട്ട് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവള് ആ ചെയ്തതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെയ്ത് പോട്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരി തന്നെ എന്നുള്ള സെറ്റപ്പിൽ മാറിയിട്ട് പൂർണ്ണമായിട്ട് ആ ഒരു രീതിയിൽ രേണു സപ്പോർട്ട് ചെയ്ത് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഒരുപാട് ആൾക്കാർക്കും അത് ഫീൽ ചെയ്തു, എന്നോട് വളരെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ചോയ്സായി അങ്ങ് കണക്കാക്കി. എന്നാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് ഇദ്ദേഹം എന്തിനാണ് കിച്ചുവിനെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഇട്ടുകൊടുത്തതിന് പുറമെ കിച്ചുവിനെതിരെ കേസ് കൊടുക്കും, കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നു, ഇനി കൂടുതൽ ഷോ അടിച്ചണ്ണാക്കി തരുമെന്നുള്ള രീതിയിലുള്ള ഇൻഡയറക്റ്റ്ലി ഉള്ള ഭീഷണികൾ, ഇങ്ങനത്തെ ഒരു സാധനം എന്തുകൊണ്ടാണ് ബിഷപ്പ് അവിടെ ഇട്ടത് എനിക്കറിയത്തില്ല. മുന്നേ പല വീഡിയോസിലും ബിഷപ്പും രേണു ഒക്കെ ആയിട്ട് ഫൈറ്റ് നടക്കുന്ന സമയത്തും രേണു പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പിന്റെ ചില വോയിസുകളും ചില വീഡിയോസുകളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രേണുവിന്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് രേണു സംസാരിച്ചിട്ടുണ്ട്. അന്നും നമ്മളടങ്ങുന്ന എല്ലാവരും ബിഷപ്പിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു തേങ്ങയും ഈ രേണുവിന്റെ കയ്യിൽ ഇല്ല, ചുമ്മാ വായ്ത്താളം അടിക്കുന്നതാണെന്ന് നമുക്കറിയാമായിരുന്നു. എന്നാൽ അങ്ങനെ അല്ല, വേറെ എന്തെങ്കിലും ബിഷപ്പിനെ കുറിച്ചിട്ടുള്ള രേണുവിന്റെ കയ്യിൽ ഉണ്ടോ? ഉള്ളത് കൊണ്ടാണോ ഇനി ബിഷപ്പ് അവരുടെ അടിമക്കണക്കിന് നിന്നിട്ട് കിച്ചുവിനെതിരെ അടിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ ചോദ്യങ്ങൾ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. ബേസിക്കലി എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. എന്തുകൊണ്ടാണ് ബിഷപ്പ് കിച്ചുവിനെതിരെ ഇങ്ങനെ ഒരു ആഞ്ഞടി അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. അത് ബിഷപ്പിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, അത് ബിഷപ്പ് പറഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബിഷപ്പ് ഇങ്ങനെ ഒരു തിരിച്ചടി കിച്ചുവിന് കൊടുത്തതെന്ന് ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു പദവിയെ തന്നെ വളരെ കേവലമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്, തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്, എങ്ങനെയാണ് യുഎസിലെ ബന്ധുക്കൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പൂരത്തെറി വിളിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലി വോയിസുകളായാലും കോൾ ചെയ്തിട്ടൊക്കെ അടക്കം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, ഇത്രയും നല്ലൊരു പദവിയിലിരുന്ന ഒരു വ്യക്തി ഇതെല്ലാം നാട്ടുകാരുടെ കേൾക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ എന്നാണ് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത്. ഓക്കെ, എന്തായാലും ബിഷപ്പ് കുറച്ച് നാളുകൾക്ക് മുന്നേ രേണുവിനെ വിമർശിച്ച കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ വിമർശനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ്, എവിടെയാണ് പാളിച്ച വന്നത്, ഇതാണ് നമുക്കിന്ന് നോക്കേണ്ടത്. കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാണ്. ഈ രേണുസ്തുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുറെ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞാൻ വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസ്തുതിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാര്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനല് അതിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചൻ്റെയും ഈ രേണുസുധിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. എന്തായാലും മനനഷ്ട കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിൻ്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണുസുധി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണുസുധി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുധി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. കൊല്ലം സുധിയുടെ അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ് സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായി. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാർ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, പല രീതിയിലും പല ഷേപ്പിലും പല ട്രിഗറിങ് പോയിന്റിൽ വെച്ചിട്ട് വളരെ ശക്തമായിട്ട് രേണുവിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബിഷപ്പ്. ഓക്കെ, നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ കേട്ടല്ലോ. ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറം രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ രേണുവിന് അസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് ഉടമയായതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം മറന്ന് ചേർത്ത് നിർത്തി. നല്ലതാണ്. പക്ഷേ ഒരു രീതിയിലും ബിഷപ്പിനെതിരെ ഒരു ആരോപണവും വയ്ക്കാതെ, ബിഷപ്പിനെതിരെ ഒന്നും ചെയ്യാത്ത കിച്ചുവിനെ എന്തുകൊണ്ട് ഇത്രയും ശക്തമായിട്ടും ഇത്രയും ദേഷ്യത്തിൽ ബിഷപ്പ് ഇങ്ങനെ പ്രതികരിച്ചത്, അല്ലെങ്കിൽ പ്രതികരണത്തിലൂടെ തൊലച്ചു കളയുമെന്നുള്ള സെറ്റപ്പ് സംസാരിച്ചത്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സമയത്ത് രേണുവിനെ വിമർശിക്കുകയും എന്നാൽ ഇപ്പോൾ രേണുവിന് ഭയങ്കര സപ്പോർട്ട്, രേണുവിന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ എല്ലാം നിൽക്കുന്ന രീതിയിലുള്ള മാരക സപ്പോർട്ട് കൊടുക്കുന്ന ബിഷപ്പ് എന്താണ് അങ്ങനെ ആയി മാറിയത്? ഓക്കെ, ഇപ്പൊ ബിഷപ്പിനെ ഒരു തരത്തിലും ദ്രോഹിക്കാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന കിച്ചു. ഇപ്പൊ രേണു ആണെങ്കിൽ ബിഷപ്പാമ്പെന്നും അല്ലെങ്കിൽ പല രീതിയിലും ബിഷപ്പിനെ കുറിച്ചിട്ട് പല അപരാധങ്ങളും വിളിച്ചു പറഞ്ഞ് അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ബിഷപ്പ് കാണിച്ചു കൂട്ടിയ കുറേ ഇതെന്നൊക്കെ എങ്കിലും പറഞ്ഞ് നമുക്ക് നിൽക്കാം. പക്ഷേ ഇവിടെ കിച്ചു എന്ന് പറയുന്ന പയ്യൻ ഒരു രീതിയിലും ബിഷപ്പിനെ ആക്രമിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള കിച്ചുവിനെതിരെ എന്തുകൊണ്ട് ബിഷപ്പ് ഇത്ര ശക്തമായിട്ട് ഇപ്പോൾ ഒരു അഞ്ഞടിയായിട്ട് ഇറങ്ങി? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്തോ ഉണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ട്. അത് കിച്ചുവിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രഹസ്യം പൊട്ടിക്കാൻ അതല്ല, എന്തോ ഒരു വിഷയം ഈ കിച്ചു ബിഷപ്പ് തമ്മിലുണ്ട്. ഒന്നുകിൽ കിച്ചു എന്തെങ്കിലും ബിഷപ്പിനെ പറ്റി അപരാധം പറഞ്ഞു എന്ന് ബിഷപ്പിനെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചാണ്. ഓക്കെ, ബിഷപ്പിലേക്ക് കിച്ചുവിനോട് ഒരു പക ഇഞ്ചക്ട് ചെയ്ത് ആരോ വച്ചിട്ടുണ്ട് മേ ബി. അല്ലെങ്കിൽ നാളെ ഈ വീടിന് അവകാശം പറഞ്ഞുകൊണ്ട്, അതായത് ബിഷപ്പ് കൊടുത്ത വസ്തുവിൽ വച്ചിട്ടുള്ള കിച്ചുവിനും ഋതപ്പനും അവകാശപ്പെട്ട ആ വീട്ടിലേക്ക് നാളെ ഒരു ദിവസം കിച്ചു അവകാശം പറഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കിച്ചുവിനെ അടിച്ച് മാറ്റി നിർത്തുന്നത് പോലത്തെ ഒരു ഫീൽ എനിക്ക് അടിച്ചു. വസ്തു നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പരിപാടി. അതായത് രേണുവിൻ്റെ സ്വന്തം മകനായിട്ടുള്ള ഋതപ്പനിൽ മാത്രം അത് നിൽക്കാനും രേണുവിനും രേണുവിൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലമായി മാറി നാളെ ഒരു പക്ഷേ ഒരു അവകാശവും അധികാരവും പറഞ്ഞ് കിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചു. എൻ്റെ ഉള്ളിൽ തോന്നിയൊരു സാധനമാണ്, അറിയത്തില്ല, എനിക്ക് ഒരു നമ്മുടെ ഒരു തോട്ട് ഇൻഡ്യൂഷനിൽ തോന്നിയൊരു സാധനമാണ്. എങ്ങനെയും കിച്ചുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു സംഭവം ആണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നി. ശരിയാവണം, ശരിയാവാതിരിക്കാം, എന്തും സംഭവിക്കാം. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം. 2 പേര് തമ്മിൽ സംസാരിക്കുന്നതാണ്. ഇവർ ഈ ഫാമിലി വ്ലോഗ് ടൈപ്പ് ടീംസാണ്, കാണാം.
നമ്മളുടെ ബിഷപ്പ് കിച്ചുവിന് എതിരെ പറയാൻ നമ്മുടെ മുന്നിൽ കിട്ടു തരാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. നമ്മുടെ രേണു അത് വിളിച്ച് പറയിപ്പിക്കരുതിട്ട് കിച്ചു എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ എന്താണ്? നമുക്ക് രണ്ടുപേർ പറയേണ്ട പല കാര്യങ്ങളും അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളും. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്താ പറയൂ, കിച്ചു അണ്ടർവേൾഡ് കിങ്ങാണ്. യെസ് ഗൈസ്, അപ്പൊ കിച്ചു അണ്ടർവേൾഡ് ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ദാവിദ് ഗ്രാമിന്റെ ഗ്യാങ്ങിലെ ഒരു കണ്ണി കൂടാണ്. ഇതൊക്കെയാണോ ഓലക്ക? എന്റെ പൊന്നു ബിഷപ്പേ, ഇവരും പറയുന്നത് കേട്ടിട്ട് ഒരു പാവം കിടാവിനെ അച്ഛൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അങ്ങയുടെ നാവിന്ന് വരാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങ് വിളിച്ച് പറഞ്ഞിരുന്നത്. ഇത് ആരെ ബോധിക്കാണെന്ന് അങ്ങ് പറഞ്ഞിരുന്നത്? ഈ പറയുന്ന രേണുവിനെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടോ മറ്റുള്ളവരെ കേട്ടിട്ട് കൊച്ചിനെതിരെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യും. അല്ലാതെ അതിന് മാത്രമുള്ള ഒരു കുറ്റവും തെറ്റും ഒന്നും അവൻ ചെയ്തിട്ടില്ല. പിന്നെ ബിഷപ്പിന് എന്ത് പറ്റി? എവിടെന്നെങ്കിലും എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? അണ്ടർവേൾഡിൽ നിന്ന് എവിടെന്നെങ്കിലും ചിലപ്പോൾ ദുബായിന്നോ സൗദിന്നോ അജ്മാനിന്നോ അലയിന്നൊക്കെ എന്താണ് പെട്ടെന്ന് രേണുവിനെ താത്തി കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് രേണുവിനെ പൊക്കി ഈ ക്ലാവിനെ താത്തിയിടുന്ന ഇവനെതിരെ നെഗറ്റിവിറ്റി ഇങ്ങനെ പ്രചരിപ്പിക്കണം? കിച്ചു, നീ നിന്റെ കാര്യം നോക്കി നിൽക്ക്, രേണുവിന്റെ കാര്യം നോക്കിയല്ലോ നിൽക്കണേ. നീ ഇങ്ങോട്ട് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ അവന്റെ കാര്യം നോക്കി ഒതുങ്ങി പോയിട്ടല്ലേ ജീവിക്കണേ. രേണുവിന്റെ കാര്യം നോക്കിയിരിക്കണം അല്ലേ? അവനെതിരെ പറയാനും അവനെതിരെ ആൾക്കാരെ ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നത് കിച്ചു അല്ല. കിച്ചുവിന്റെ വായിൽ പോയിട്ട് ആൾക്കുമ്പോ ഗതി കെട്ടിട്ട് അവൻ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നും തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യണത്. അവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ് ബിഷപ്പെ. രേണു ബിഷപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ പോവുക. ഇപ്പൊ എന്താ വേണ്ടേ? ഇവന്റെ പേരിലും കൂടി മാറ്റിയിട്ട് അത് രേണുവിന്റെ പേരിലും ഋതപ്പന്റെ പേരിലേക്ക് മാറ്റാനുള്ള അടുത്ത ശ്രമമായിരിക്കും ഇനി ബിഷപ്പിനെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് നമ്മൾ മലയാളികളായി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ പോക്ക് ഓടിക്കാന്ന്. വെറുതെ ഇങ്ങനെ പറയുന്നത് ഒരു ബിഷപ്പ് എന്ന നിലയിൽ സംസാരിക്കുന്ന ഒരു രീതിയോ കാര്യങ്ങളോ ഒന്നും അല്ല അവന് നേരെ ഉപദ്രവിക്കാതിരിക്കുക അവനെ. പിന്നെ അപ്പൊ കിച്ചുവിന്റെ കാര്യം നോക്കി തന്നെയാണ് ബിഷപ്പെ ഒതുങ്ങി പോയി ജീവിക്കണം. അവനെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എല്ലാവരും കൂടി. ഇതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ച് ഇല്ലാതാക്കരുത് ആ കൊച്ചിന്റെ കരിയർ. അത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് വളർന്ന് പച്ച വെച്ചൊന്ന് പൊക്കോട്ടെ. ഉള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും അവൻ ജീവിച്ചോട്ടെ. നിങ്ങളടുത്തൊന്നും വരുന്നില്ലല്ലോ. അവനൊന്ന് സമാനത്തിൽ ജീവിക്കാൻ പറ്റും. നാളെ വസ്തുവിന് അവകാശം പറഞ്ഞു വരുമോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അടിച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണോ ഒന്നും അറിയില്ല. നമുക്ക് ആരെയും ചുഴ്ന്നു നോക്കി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ബിഷപ്പിന് എന്തുകൊണ്ടാണ് ഇപ്പം ഇത്രയും ദേഷ്യം കിച്ചുവിൻ്റെ അടുത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ കിച്ചു ബിഷപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാം, അങ്ങനെ പറഞ്ഞോ? ഇല്ല, ഒരു ആരോപണങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബിഷപ്പിന് കിച്ചുവിൻ്റെ അടുത്ത് ഇത്ര ദേഷ്യമൊന്നും അറിയില്ല. രേണുവിനെ തൊട്ട് കഴിഞ്ഞാൽ ബിഷപ്പിന് പൊള്ളുവോ? അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ. പണ്ട് രേണുവിനെ എടുത്തിട്ട് അലകിയ ബിഷപ്പാണ്. ഇപ്പം രേണുവിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം, കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കിടാവ് പയ്യനെ പിടിച്ചിട്ട് എന്തിനാ? 10, 22, 24 വയസ്സെന്തോ ആയി. അവനെ പിടിച്ച് അടിച്ച് ഏറി കയറ്റിയിട്ട് ബിഷപ്പ് എന്താ നേടാൻ പോകുന്നത്? പക്ഷെ അവനെ ഏറെ കയറ്റാൻ പോയ ബിഷപ്പാണ് ഇപ്പോൾ ശൂന്യാകാശത്ത് കിടന്ന് പറക്കുന്നത്. സ്വന്തം നിലയും വിലയും മറന്ന് എണ്ണ തയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനൊരു അപ്രോച്ച് വന്നപ്പോൾ ഞാൻ അന്തിച്ചു പോയി, സീരിയസ്ലി. ഇനി മുന്നേ പറഞ്ഞ കുറച്ച് പോയിന്റ് കൂടി കേൾക്കാം. ബിഷപ്പ് രേണുസുധിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയാം. രേണുസുധി ബിഗ് ബോസിൽ പോയി. അപ്പൊ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അവിടെ പോയി കുറച്ചു നേരം കുറെ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ കട്ടിലേ കിടന്ന് കരഞ്ഞതുകൊണ്ടോ പൊതുജനങ്ങളെ ഈ രേണുസുധിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാനോ? രേണുസുധിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകരുണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത്. ആരാധിക്കട്ടെ. ആരാധകരുണ്ടല്ലോ, അതാണല്ലോ താങ്കൾക്ക് ഭീഷണിയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് PR വർക്ക് ചെയ്യുന്നവർ വളരെ സ്ട്രോങ് ടീമാണെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏറെക്കുറെ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവർ നിരീക്ഷണത്തിലാണെന്ന് എന്നോട് പോലീസ് പറഞ്ഞു. ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അഹങ്കാരം. എനിക്കായിക്കൊള്ളട്ടെ, വേറൊരാൾക്കായിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഒരുപാട് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ നാട്ടുകാർക്കെല്ലാം ഒരു സാധനം അടിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കിച്ചുവിനെ പുറത്താക്കിയിട്ട് വസ്തു നേടാനുള്ള പരിപാടിയാണോ അറിയില്ല. എനിക്ക് എന്തോ എവിടേക്ക് കുറേ ഡൗട്ടുകൾ അടിക്കുന്നു. എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. പിന്നെ കിച്ചുവിനെ പറ്റിയിട്ട് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന അമിട്ട് ഒന്നില്ല, നിങ്ങളങ്ങ് പൊട്ടിച്ച് തീർക്ക്, പ്രശ്നം തീർന്നില്ല. അവനെന്തിനാ പേടിപ്പിക്കുന്നത്? ഓക്കെ, ജനങ്ങൾക്ക് മനസ്സിലാവും
എനിക്ക് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചവർക്കൊക്കെ അവർക്കൊക്കെ ഉള്ള ഡൗട്ടുകളൊക്കെ അവർ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, വോട്ടവർ, അതിലോട്ടൊന്നും ഞാൻ കയറുന്നില്ല. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പറഞ്ഞല്ലോ, എങ്ങനെ ബിഷപ്പെ അങ്ങേക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നി? ഞാൻ വളരെ മാന്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, കാരണം അല്ലെങ്കിൽ എൻ്റെ സംസാരമൊന്നും ഇങ്ങനെയല്ല. പക്ഷേ നിങ്ങളോടുള്ളൊരു ബഹുമാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്തിങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. എന്താണ് ഏത് വഴിക്കാണ് ഇത് പോയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പറഞ്ഞാട്ടെ. അവർ ക്ഷീണിതാവസ്ഥയിരുന്നാൽ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലേ പറയും നിനക്ക് അടങ്ങാറായില്ലയോ. ഇതെന്താണ്? അപ്പം സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവര്? അവരും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവരൊരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെപ്പോലെ അഭിപ്രായം പറയുവാനും നമ്മളെപ്പോലെ ജീവിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും രേണു സുധിക്കും ഈ ലോകത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള കാലം രേണു സുധിയുടെ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും അവരെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ പല സന്ദർഭങ്ങളിൽ അവരുമായിട്ട് അകന്നു പോകേണ്ട സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് ഞങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഖഭാവത്തിലോ ദേഷ്യഭാവത്തിലോ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ മറന്നു. കാരണം ആ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് വഹിക്കാനും ക്ഷമിക്കാനും, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ സത്യവേദ പുസ്തകവും പിടിച്ചുകൊണ്ട് ഞാൻ ലോകം മുഴുവൻ നടക്കുന്നത്, എന്തിനാണ്? പക്ഷേ കർത്താവ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത് ക്ഷമിക്കാനാ പറഞ്ഞത്. നല്ല പോയിന്റ്സാ പറഞ്ഞത്, ക്ഷമിക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കിച്ചുവിനോട് എന്താ ക്ഷമിക്കാത്തത്? ജീസസ് ക്രൈസ്റ്റ് അതും പറഞ്ഞില്ലേ? അല്ലെങ്കിൽ കിച്ചുവിനോട് ക്ഷമിക്കേണ്ടെന്നോ പറഞ്ഞു? ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാളുടെ പക്ഷം ചേർന്ന് നിന്ന് മറ്റൊരാൾ അടിക്കുന്ന ആളല്ല. രണ്ടുപേരെ ഒപ്പം നിന്നുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത് രണ്ടുപേരെ ഒന്നിപ്പിക്കുന്ന ഒരാളാണ് ഒരു പുരോഹിതൻ. അല്ലേ? അങ്ങനെയാണ്. എന്നാൽ ഇവിടെ രേണുവിന് ഒപ്പോസായിട്ട് നിന്ന കിച്ചുവിനെ താറടിച്ച് വലിച്ചു കയറി പൊതുസമൂഹത്തിലോട്ട് ഇടുന്ന ഒരു ബിഷപ്പിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അവിടെയാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു നേട്ടം കാണത്തില്ല, ചിലപ്പോൾ അപ്പോഴത്തെ ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. വോട്ടവർ ഇറ്റ് ഈസ്, എന്തായാലും അത് മോശമായിപ്പോയി ബിഷപ്പെ. ഉള്ള കാര്യം പറയാം, മോശമായിപ്പോയി. വേണ്ടായിരുന്നു. ഇപ്പം കിച്ചു എങ്ങനെയുള്ളവനായിക്കോട്ടെ, രേണു എങ്ങനെയുള്ളവളായിക്കോട്ടെ, വോട്ടവർ ഇറ്റ് ഈസ്, പക്ഷേ അത് വേണ്ടായിരുന്നു. രേണുവിനോട് ക്ഷമിച്ച ബിഷപ്പിന് എന്തുകൊണ്ട് കിച്ചുവിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. എന്തായാലും നോക്കാം, ബാക്കി പറഞ്ഞാട്ടെ. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവരെ സന്തോഷത്തോടെ അവരുടെ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട് അവർക്ക്, ഒരു 6.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എൻ്റെ സ്നേഹിതരുടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. എല്ലാവരുടെ ആഗ്രഹവും എല്ലാവരുടെ പ്രാർത്ഥനയും ഇത് തന്നെയാണ്. പക്ഷെ എനിക്കൊറ്റ ചോദ്യമുള്ളൂ, എന്തിനാണ് കിച്ചുവിന് അങ്ങനെ പറഞ്ഞത്? അതിന് മാത്രം എനിക്കിങ്ങനെ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അതിൻ്റെ ഉത്തരം അങ്ങോട്ട് തികയുന്നില്ല, ആ കോളം അങ്ങോട്ട് ഫില്ലാകുന്നില്ല. അവിടെ എവിടെയോ ആണ് ഒരു മിസ്റ്റേക്ക് ഒളിഞ്ഞു കിടക്കുന്നത്. മിസ്റ്റേക്കല്ല, എന്തോ ഒരു അജണ്ട അവിടെ എവിടെയോ മറിഞ്ഞ് കിടപ്പുണ്ട്. അതങ്ങോട്ട് കത്തുന്നില്ല. നോക്കണമല്ലോ. ഇനി റൂഹി ജാൻ പറഞ്ഞ കുറച്ച് വാക്കുകളിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് വരാം. കിച്ചുവിന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ആൾ. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. രേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ. രേണു സുധിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏതിൻ്റെ +2 SSLCയുടെ നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണു സുധി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവർ കള്ളം പറയത്തില്ല.
അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഓക്കെ, റൂഹിജാൻ പറയുന്ന കുറേ വാക്കുകൾ, അതായത് ഈ നമുക്ക് സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, ഈ ഭൂതം പ്രേതം ആ ഒരു കോൺസെപ്റ്റിലോട്ടാണ്. എൻ്റെ അടുത്ത് പേഴ്സണലി ഒരു ലേഡി ഈ റൂഹിജാൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ റൂഹിജാൻ സംസാരിക്കുന്നത് സുധിയേട്ടൻ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കൊല്ലം സുധി സംസാരിക്കുന്നത് പോലെ അതൊന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊരു ലേഡി ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബറാണ്, നല്ല ക്ലോസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചു. മേ ബി അവർ ഈ വീഡിയോ കാണും, എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും. ഓക്കെ, എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, സുധിയേട്ടൻ സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നില്ല. എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീല് തോന്നിയോ? സുധിയേട്ടൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി റൂഹിജാനിലൂടെ സംസാരിക്കുന്നത് പോലെ ആർക്കെങ്കിലും തോന്നിയോ? എനിക്കറിയില്ല, എന്തോ മേ ബി അങ്ങനത്തെ ഒരു സംസാരം വന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ബിഷപ്പ് പറഞ്ഞാട്ടെ. ഞാൻ അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയേ ഉള്ളൂ. അത് ഇനിയുള്ള കാലം അത്ര തന്നെ ഉള്ളൂ. ഒരിക്കലും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല, അവരെ ഒരു തെറ്റും ചെയ്യുന്നവരല്ല. അവരെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ശരിയായിരിക്കാം, അവരുടെ പ്രയാസ സമയത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ആ സഹായിച്ചവർക്ക് ആർക്കും പരാതിയില്ല. അവർക്ക് ഞാനൊക്കെ ആ കുടുംബത്തിൽ വലിയ സഹായമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലായിട്ടൊന്നും ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവസന്നിധിയിൽ വെക്കുക, മധ്യസ്ഥ ചെയ്യുക. ഇത് മാത്രമാണ്. അത് ഞാൻ ചെയ്യും. തുടർന്നും അവർക്ക് വേണ്ട പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്തു തന്നെ കൊടുക്കും. നല്ല കാര്യമാണ്, നല്ല നല്ല വാക്കുകളാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ബിഷപ്പ് അങ്ങേക്ക് കിച്ചുവിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഫയർ, ഒരു ദേഷ്യം, ഈ സാധനം വന്നത് അതെനിക്ക് പിടികിട്ടുന്നില്ല. ഓക്കെ, കിച്ചു നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാണ്ട് എല്ലാവരും ചേർത്ത് നിർത്താൻ ബിഷപ്പ് എന്തുകൊണ്ട് കിച്ചുവിനെതിരെ ഇത്രയും പൊട്ടിത്തെറിച്ചു, ഫയറായി? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണം ബിഷപ്പെ. കിട്ടിയില്ലെങ്കിൽ ചിലപ്പം അത്ര അങ്ങോട്ട് ശരിയാവത്തില്ല. എന്തായാലും ബിഷപ്പ് ബാക്കി പറ. അവർ രേണുസുതി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതിയായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടായിരുന്നു. അതൊരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവരൊക്കെ എല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ദൈവം ആയുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അവർ മടങ്ങി വരട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. രേണുസുതിക്ക് വലിയ ഇതില്ല, ഭയങ്കര സമ്പന്ന കുടുംബമല്ല, അതുകൊണ്ടാണ് എല്ലാവരും കല്ലെറിയുന്നതെന്നൊക്കെ ചോദിക്കാനും പറയാനും സ്വന്തം അച്ഛനും അമ്മയെങ്കിലും ഉണ്ട്. എന്നാൽ കിച്ചുവിന് ആരുണ്ട്? സ്വന്തം അച്ഛനുണ്ടോ? ഇല്ല. സ്വന്തം അമ്മയുണ്ടോ? ഇല്ല. ആരെങ്കിലും ഉണ്ടോ അവന്? അപ്പം അങ്ങനെയുള്ളൊരു 14 വയസ്സായൊരു പയ്യനെയല്ലേ ബിഷപ്പെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത്? ഓക്കെ, അത് നിർത്തിയോ? ഇല്ല. പകരം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗത്തിലെ മിസ്റ്റേക്കുള്ളത്. രേണുവിനെ ചേർത്ത് നിർത്താൻ കാണിച്ച ആ വലിയ മനസ്സ് അതുപോലെ കിച്ചുവിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കേണ്ടതായിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കുകയല്ലേ ബിഷപ്പ് ചെയ്യേണ്ടത്, ഇടയ്ക്ക് നിന്നുകൊണ്ട്. പകരം ബിഷപ്പ് എന്താ ചെയ്തേ? ആലോചിക്കുക. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തും. ഇനി ബിഷപ്പ് മുന്നേ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട്ട് പോവാം. എന്നാണല്ലോ അവരെല്ലാവരോടും പറയുന്നത്. ഞാൻ അവരുടെ നാടകം കണ്ടിട്ടില്ല. രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ കേരളം എത്ര നന്നായിട്ട് പോയേനെ. രേണുസുതി പറയുന്ന എല്ലാം സത്യമാവണമെന്നുണ്ടോ? രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ്. രേണുസുതി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. എൻ്റെ സങ്കട ഹോം സിക്നെസ്സുമായി എനിക്കെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു, വാർഡൻ മാഡം പുറത്ത് വിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. നേഴ്സിങ്ങിന് 1.5 വർഷം ബാംഗ്ലൂരിൽ പഠിച്ചപ്പോൾ എനിക്കൊന്നും കഴിഞ്ഞില്ല. ചോര കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടു. പിന്നെ വാർഡൻ മാഡം എന്നെ ആഴ്ചയിൽ 1 ദിവസം പുറത്തു കൊണ്ടുവന്ന് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് DCA കോഴ്സ് പഠിച്ചതാണ് പറഞ്ഞത്. DCA നമ്മൾ DCA എന്ന് പറയാം. അവൾ രേണുസുതി പറഞ്ഞത് എന്താണ്, എഞ്ചിനീയറാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവർ 3-4 കോഴ്സ് പഠിച്ചു. നേഴ്സിങ് എന്തായാലും നിങ്ങൾ എന്നെ അറിയുമല്ലോ. നേഴ്സിങ് പഠിച്ചു, DCA പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു. ഈ 3 കോഴ്സ് പഠിച്ചപ്പോഴും സുതി മരിച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് താജുദ്ദീൻ ഇടപെട്ട് മേടിച്ചു കൊടുത്തേ. ഏതിൻ്റെ? +2 SSLCയുടെ. നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുതി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവർ കള്ളം പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. എൻ്റെ ജോലി ഇതാന്നേ. കാരണം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുമല്ലോ. 2 സർട്ടിഫിക്കറ്റ്, +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലിരിക്കുന്നു. അത് താജുദ്ദീൻ സുതി മരിച്ച് ഒരാഴ്ചയ്ക്ക് അത് മേടിച്ചു കൊടുക്കുന്നു. ഇതിനോടിടയ്ക്ക് ഇവർ ഏവിയേഷൻ പഠിക്കുന്നു, DCA പഠിക്കുന്നു. ഇവർ പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല. ഇവർ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ടിവാൻഡത്ത് വർക്ക് ചെയ്തു. ടിവാൻഡം, അത് ഞാൻ പ്രത്യേകം പറയാം. ടിവാൻഡം ഏതാ ടിവാൻഡം എന്ന് എനിക്കറിയത്തില്ല. ടിവാൻഡത്ത് ഇവർ വർക്ക് ചെയ്തു. എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കരുത്, അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ. ഇത്രയിടത്ത് വർക്ക് ചെയ്തു. പക്ഷെ സുതി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുത്തെന്നുള്ളവരും പൊതുസമൂഹം കണ്ടതാണ്. അയ്യോ ബിഷപ്പിന്റെ വർത്തമാനം കേട്ട് ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇങ്ങനെ എടുത്തിട്ട് അലക്കിയതാണ്. മാനസാന്തരം നല്ലതാ. പക്ഷെ ആ പയ്യൻ്റെ അടുത്ത് എന്തിനാണ് ഇത്രയും കലിപ്പ് കാണിച്ചിരിക്കുക? അത് മാത്രം ഒന്ന് അറിഞ്ഞാൽ ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്താം ബിഷപ്പെ. എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ നിർത്താമെന്നല്ല, ഈ ക്വസ്റ്റ്യനിങ് അങ്ങ് നിർത്താം. ഇപ്പൊ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. വാസ്തവത്തിൽ ഞാനും രേണുസുതിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാരെന്നെ, അതായത് ഇങ്ങനെ എന്താണ് പറയുക, ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന മീഡിയ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണുസുതിയും തമ്മിൽ ആ ശത്രുത പോലെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നാളിതുവരെയും രേണുസുതിയും ഞാനുമായിട്ട് മുഖാമുഖം അവരുടെ ഫാമിലി ആയിട്ടോ രേണുസുതിയുമായിട്ടോ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു ഉണ്ടായത്, ഇങ്ങനെ ഒരു പിണക്കങ്ങളും ദേഷ്യങ്ങളും ഒക്കെ സംഭവിച്ചു പോയത്. മുഖാമുഖം നമുക്ക് ആർക്കും രേണുസുതിയോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്നത് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പൊന്നു ബിഷപ്പേ, അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കിച്ചുമായിട്ട് എന്താ പ്രശ്നം ബിഷപ്പിന്? മുഖാമുഖമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ കിച്ചു ബിഷപ്പിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എവിടെയാ, എന്താ, എങ്ങനെയാ കിച്ചു ഇതിൻ്റെ അകത്ത് വന്നു വീഴുന്നത്? കിച്ചുവിനെതിരെ ബിഷപ്പ് സംസാരിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോയി കിടന്നുറങ്ങുമായിരുന്നു. ഉള്ള കാര്യം പറയാം, എനിക്ക് സമാധാനമില്ല. ഇത് ഇവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത്. അതിൻ്റെ റീസണും ഒരുപാട് ആൾക്കാർ എന്നോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഞാനും ആകെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കിച്ചുവിനെ എടുത്ത് ഇതിൻ്റെ അകത്ത് ബിഷപ്പ് ഇട്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഞാനും ഇരിക്കുന്നത്. നോക്കാം, പാകത്താനപ്പുറം എന്താ കാളിയോടെ ആട്ടത്തെ. എന്തായാലും ബഹുമാനപ്പെട്ട ബിഷപ്പെ, ഇനിയെങ്കിലും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഒരുപാട് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ആ ഒരു സ്ഥാനത്തിന് അത്രയും വില തരുന്നുണ്ട്. നശിപ്പിക്കരുത്. ഒരുപാട് ജനങ്ങൾ ആ വില തന്നിരുന്നു, അത് നശിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.